ഈ സ്ക്രീനിൽ കാണുന്ന ഈ റെൻഡേഴ്സ് മൊത്തം നമ്മൾ AI വെച്ചിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ അടിയിൽ കാണുന്ന ഈ ഒരു സ്കെച്ചില്ലേ, ഇത് റെഫറൻസ് ആയിട്ട് എടുത്തിട്ടാണ് ഈ റെൻഡേഴ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു റെൻഡർ എങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ജസ്റ്റ് സെറ്റിംഗ്സ് ഒന്ന് നോക്കി നോക്കാം. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ വെബ് ആപ്പിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് നേരെ ഇവിടെ വന്നിട്ട് നമ്മൾ ജസ്റ്റ് യൂസർ ഏതാണ് വരുന്നത് ഞാൻ ആർക്കിടെക്റ്റ് എന്നുള്ളതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രൊജക്ട് ടൈപ്പ് എക്സ്റ്റീരിയർ ആണ് നമുക്ക് വരുന്നത്, അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൺട്രി ഓർ സ്റ്റേറ്റ് കേരള, പിന്നെ അതുപോലെ ഈ ഒരു റെഫറൻസ് ടൈപ്പ് അത് ഹാൻഡ് റോൺ സ്കെച്ച് എന്നുള്ളതാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്തത് ഔട്ട് വേണ്ടത് ഫോട്ടോ റിയലിസ്റ്റിക് റെൻഡർ ആണ്. പിന്നെ റെസൊല്യൂഷൻ 8K ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കളർ പലറ്റ് കൊടുത്തിട്ടുള്ളത് നാച്ചുറലും, പിന്നെ ക്വാളിറ്റി അൾട്രാ ഡീറ്റെയിൽഡ് ആണ്. പിന്നെ വിഡ്ത്തും ഹൈറ്റും കൊടുത്തിട്ടുള്ളത് സെയിം ആണ്, അതൊരു സ്ക്വയർ ഇമേജ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്റ്റൈൽ കണ്ടംപററി ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ക്യാമറ വ്യൂ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. വെതർ ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ. ഞാൻ ആ ഒരു ഇമേജിൽ ഏതാണ് ആ ഒരു റെഫറൻസിൽ എങ്ങനെ വന്നിട്ടുള്ള അതേപോലെ തന്നെ കിട്ടാനും വേണ്ടിയിട്ടാണ്. അങ്ങനെ അത് അതിന് കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ സ്കിപ്പ് ചെയ്തതായിട്ട് കാണാം. ഇത് ഈ ഒരു കാര്യം സെയിം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വെതർ ക്ലിയർ സ്കൈ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ടൈം മോർണിംഗ് ആണ് വരുന്നത്. ട്രോപ്പിക്കൽ സമ്മർ എന്നാണ് സീസൺ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ലെസ് ട്രോപ്പിക്കൽ കൊടുത്തിട്ടുണ്ട് വെജിറ്റേഷൻ. പിന്നെ അടിക്ക് വരുമ്പോൾ ഇതിൽ ഞാൻ മെറ്റീരിയൽസ് കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടില്ല. അത് നമ്മൾ ടൂൾ തന്നെ ഓട്ടോമാറ്റിക് ചൂസ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശം വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ കാർ ഏതാ വേണ്ടതെന്നുള്ള ഓപ്ഷൻ ഇവിടെ ലക്ഷറി സെഡാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിലൊരു സെഡാൻ ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ ലാൻഡ്സ്കേപ്പ് ഡിസൈൻ ഇംഗ്ലീഷ് ഗാർഡൻ ആ ഒരു രീതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു എർത്ത് ടോൺസ് ആക്കിയിട്ടുണ്ട്. പിന്നെ റൂറൽ കൺട്രി സൈഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റൈൽ മോഡിഫയർ ചിലതൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഹൈപ്പർ റിയലിസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ബ്രാൻഡിങ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതിൽ പേര് കാണിക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ മാത്രം അത് കൊടുത്താൽ മതി. പിന്നെ നെഗറ്റീവ് പ്രോംപ്റ്റ്സ് ആയിട്ട് ഞാനൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ അഡീഷണൽ ഡീറ്റെയിൽസും കൊടുത്തിട്ടില്ല. അങ്ങനെ നമുക്ക് ഈ റെഫറൻസ് വെച്ചിട്ട് ക്രിയേറ്റ് ആയി കിട്ടിയിട്ടുള്ള ഔട്ടാണിത്. ഇതിനൊരു കുറച്ച് മിനിറ്റ്സ് എടുത്തിട്ടുണ്ടാവുള്ളൂ ഈ ഔട്ട് കിട്ടാനും വേണ്ടിയിട്ട്.